എവരിവൺ, വെൽക്കം ബാക്ക് ടു ജൂക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഷെൽ സ്ക്രിപ്റ്റിംഗ് വിത്ത് ബാഷ്, അതായത് ബാഷ് വെച്ചിട്ട് എങ്ങനെ ഷെൽ സ്ക്രിപ്റ്റിംഗ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഷെൽ സ്ക്രിപ്റ്റിംഗ്, എന്താണ് സ്ക്രിപ്റ്റിംഗ്, ഷെൽ എന്താണ്, അതുപോലെ സ്ക്രിപ്റ്റിങ്ങും മറ്റു നോർമൽ പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ട്യൂട്ടോറിയലോട്ട് കടക്കാം. അപ്പോൾ എന്താണ് ഷെല്ല്? ഷെല്ലെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കമാൻഡ് ലൈൻ ഇൻ്റർപ്രറ്ററാണ്. അത് വെച്ചിട്ട് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്താണ് ഷെൽ സ്ക്രിപ്റ്റിംഗ്? സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ഫയൽ, അല്ലെങ്കിൽ ഒരു ഫയൽ ഇറ്റ് വിൽ കണ്ടെയ്ൻ എ സീക്വൻസ് ഓഫ് കമാൻഡ്സ്. അത് നമുക്ക് യുണിക്സ് ലൈക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് ലിനക്സ്, മാക്കോസ് അതുപോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സ്ക്രിപ്റ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. റിപ്പറ്റേറ്റീവ് ടാസ്കുകൾ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫയൽ മാനിപ്പുലേഷന്, ടെക്സ്റ്റ് മാനിപ്പുലേഷന് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പം സ്ക്രിപ്റ്റിങ്ങും നോർമൽ പ്രോഗ്രാമിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പൈലറിൻ്റെ സഹായം ഇല്ലാണ്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതായത് നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സിക്യൂട്ട് ആവുന്നതിന് മുമ്പ് കമ്പൈലർ അതിനെ ഒരു മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജാവ, C++, ഗോ ഇങ്ങനത്തെ ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും? കമ്പൈലർ ഇതിനൊരു മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ ശേഷം അതാണ് എക്സിക്യൂട്ട് ആവുന്നത്. അവിടെ കമ്പൈലറിൻ്റെ ആവശ്യം വരുന്നുണ്ട്. എന്നാൽ സ്ക്രിപ്റ്റിങ്ങിൽ, അതായത് പൈത്തൺ, ജാവ സ്ക്രിപ്റ്റ്, ബാഷ് ഇതൊക്കെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. ഇങ്ങനെയുള്ള ലാംഗ്വേജുകൾ ലൈൻ ബൈ ലൈനായിട്ട് ഇൻ്റർപ്രറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാസ്കുകൾ ഓട്ടോമേറ്റ് ചെയ്യാൻ, അതുപോലെ മറ്റുള്ള സോഫ്റ്റ്വെയറിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് C++, ജാവ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ലാർജ് ആൻഡ് കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ സ്പെസിഫിക് ഫങ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആയ C++, ജാവ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. ഇന്ന് ഒരുപാട് ഷെല്ലുകൾ അവൈലബിൾ ആണ്. അതായത് കോൺ ഷെല്ല് അഥവാ KSH എന്ന് പറയും, അല്ലെങ്കിൽ C ഷെല്ല്, CSH, അതുപോലെ Z ഷെല്ല്, ZSH, പിന്നെ ബാഷ് എന്ന് പറഞ്ഞാൽ ബോൺ അഗെയിൻ ഷെല്ലാണ്. അപ്പം എൻ്റെ സിസ്റ്റം അവിടെ മാക്ബുക്കാണ്. ഇതിൽ ഡിഫോൾട്ടായിട്ടുള്ളത് ZSH ഷെല്ലാണ്. എന്നാൽ ഇതിൽ ബാഷ് ഷെല്ലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു ലിനക്സ് യൂസർ ആണെങ്കിൽ അതിൽ മിക്കവാറും ബാഷ് ഷെല്ലായിരിക്കും ഡിഫോൾട്ടായിട്ടുണ്ടാവുക. നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയലിലൂടെ പഠിക്കാൻ പോകുന്നത് ബാഷ് ഷെല്ലിൽ എങ്ങനെ സ്ക്രിപ്റ്റിംഗ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഏത് ഷെല്ലാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കമാൻഡാണ് PS. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും എൻ്റെ സിസ്റ്റത്തിലെ ഷെല്ല് ZSH എന്നിട്ടുള്ള ഷെല്ലാണ്. നിങ്ങളുടേത് ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് PS എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മതി. അപ്പം ലിനക്സിലെയും യൂണിക്സിലെയും കുറച്ച് ബേസിക് കമാൻഡ്സും, എന്താണ് ലിനക്സ്, എന്താണ് OS, എന്താണ് അതുപോലെ OS കെർണൽ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ളൊരു വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കണ്ടു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ കിട്ടും. നമുക്ക് സ്ക്രിപ്റ്റിങ്ങിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ ടെർമിനലിൻ്റെ ഇൻ്റർഫേസിനെ ഒന്ന് പരിചയപ്പെടാം. അപ്പം ഇതാണ് എൻ്റെ യൂസർ നെയിം. ഈ AJF1060 എന്നുള്ളതാണ് എൻ്റെ യൂസർ നെയിം. അതുപോലെ ഡെസ്ക്ടോപ്പ്, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പ് ഡയറക്ടറിലാണ് കറൻ്റ്ലി ഉള്ളത്. അപ്പം മാക്കിൽ ആണെങ്കിൽ % ഐക്കണാവും. അതായത് ഇപ്പോൾ നമ്മുടെ ഷെല്ല് കമാൻഡ്സ് റിസീവ് ചെയ്യാൻ റെഡിയാണ്. ഇപ്പോൾ ലിനക്സ് യൂസർ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് %ന് പകരം $സൈൻ ആവുന്നില്ല. $സൈൻ അതിൻ്റെ ഇപ്പുറമായിട്ട് ഒരു ടിൽഡ് ഐക്കണ്, പിന്നെ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം എന്താണോ അതുണ്ടാവും. അതിനർത്ഥം നിങ്ങളുടെ ടെർമിനലിൽ കമാൻഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാൻ റെഡിയാണെന്നുള്ളതാണ്. അപ്പം ഒരു കമാൻഡ് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ, കമാൻഡുകൾ പല രൂപത്തിലുള്ള കമാൻഡ് ഉണ്ട്. സിംഗിളായിട്ടുള്ളൊരു കമാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു കമാൻഡ് ഡിഫറൻ്റ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് സ്വീകരിക്കാൻ പറ്റും. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. എന്നാലും ഒന്നുകൂടെ പറയാം. ഒരു കമാൻഡ് ഇങ്ങനെ ആയിരിക്കും. അതായത് ഫസ്റ്റ് നമ്മളിവിടെ കമാൻഡ് കൊടുക്കും, അതിന് ഇവിടെ നമ്മൾ ഫ്ലാഗ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കും. പിന്നെ മൂന്നാമതായിട്ടാവും നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കുക. ചിലപ്പോൾ നമുക്ക് ഈ കമാൻഡിൻ്റെ ഈ സെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. വലിയ കമാൻഡ് ആകുമ്പോഴാണ് ഈ ഓപ്ഷൻസ്, ആർഗ്യുമെൻറ്റ്സ്, അതുപോലെ നെസ്റ്റഡ് കമാൻഡ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളോട്ട് നമ്മൾ ഫ്യൂച്ചറിൽ കടക്കും ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമുക്ക് കറണ്ട് ഡേറ്റ്, ടൈം, കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. അത് ടൈപ്പ് ചെയ്യുക. ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുക. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സൺഡേ August 18, അങ്ങനെ ഇന്നത്തെ ഡേറ്റും ടൈമും ഇയർ അങ്ങനെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റൊരു കമാൻഡാണ് PWD. ഈ കമാൻഡ് അടിച്ച് കഴിഞ്ഞാൽ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി, അതായത് റൂട്ട് മുതൽ യൂസർ മുതൽ കറണ്ട് ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പ് വരെയുള്ള വർക്കിംഗ് ഡയറക്ടറി ഇവിടെ പ്രിൻ്റ് ചെയ്ത് കാണിക്കും. എൻ്റെ യൂസേഴ്സ്, എൻ്റെ യൂസർ നെയിം, പിന്നെ എൻ്റെ കറണ്ട് വർക്കിംഗ് ഡയറക്ടറി ഇങ്ങനെ ടൈപ്പ് ചെയ്താണ്. അപ്പോൾ ഇതൊക്കെ ഒരു ബേസിക് കമാൻഡ്സ് ആണ് ലിനക്സ് അല്ലെങ്കിൽ യൂണിക്സ് പോലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. അതുപോലെ LS ഉണ്ട്. കറൻ്റ്ലി എൻ്റെ ഡെസ്ക്ടോപ്പ് empty ആണ്. ഞാൻ ഒരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് മേക്ക് ഡയറക്ടർ അല്ലെങ്കിൽ MKDIR എന്നുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ടാണ്. അവിടെ
ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഡെസ്ക്ടോപ്പിൽ ഏതെങ്കിലും ഫോൾഡർ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ LS അല്ലെങ്കിൽ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ അവിടെ ഉണ്ട്. അതുപോലെ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം, ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ടെക്സ്റ്റ് നമ്മുടെ ഫയൽ നെയിം എന്താണ് file.txt. നമുക്കത് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ LS നടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡറും അവിടെ ഉണ്ട്, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഫയലും ടെക്സ്റ്റ് ഫയലും അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കമാൻഡ്സ് ഉണ്ട്. അതുപോലെ എന്തെങ്കിലും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇപ്പോൾ പൈത്തണൊക്കെ ആണെങ്കിൽ പ്രിൻറ്റ് ഹലോ വേൾഡ് പ്രിൻ്റാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഷെല്ലിൽ അല്ലെങ്കിൽ ടെർമിനലിൽ ലിനക്സ് ടൈപ്പ് സിസ്റ്റത്തിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമാൻഡാണ് എക്കോയിൽ നമ്മളൊരു സ്ട്രിങ് ഓപ്പൺ ചെയ്തിട്ട് ഹലോ വേൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഹലോ വേൾഡ് അവിടെ പ്രിൻ്റായി. ഇത് നമുക്ക് സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ അല്ലാണ്ടും കൊടുക്കാൻ പറ്റും. എക്കോ ജസ്റ്റ് ഹലോ വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാലും ഇതിവിടെ പ്രിൻ്റ് ആവും. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കമാൻഡ്. ഇനി നമുക്ക് ഒരു കമാൻഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ LS കമാൻഡിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാൻ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ LS എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് LS കമാൻഡിനെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും പിന്നെ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻസാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമാൻഡും അതിൻ്റെ ഓപ്ഷൻസും അതിൻ്റെ ആർഗ്യുമെൻറ്റ്സും കണ്ടെയ്ൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹൈഫൺ, ഇതിന് ഫ്ലാഗ് എന്ന് നമ്മൾ പറയും. അപ്പം അത്തരം കാര്യങ്ങൾ നമുക്ക് മാൻ എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് ഉപയോഗിച്ചിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ളൊരു കമാൻഡ്സ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലിനക്സിലെ ബേസിക് കമാൻഡ്സ് ആൻഡ് കൺസെപ്റ്റ് നമുക്ക് വീഡിയോ ചെയ്തിട്ട് അത് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഷെൽ സ്ക്രിപ്റ്റിലോട്ട് കിടക്കാം. എങ്ങനെ ഒരു ഷെൽ ഫയൽ ബാഷ് ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്നും ആ ഫയൽ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് കമാൻഡ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യാമെന്നും നോക്കാം. നമ്മുടെ ഫസ്റ്റ് ബാഷ് സ്ക്രിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏതൊരു ഫയലിൻ്റെയും പോലെ തന്നെ ഇപ്പോൾ നമ്മൾ file.txt എന്ന് പറഞ്ഞ പോലെ ഷെൽ ഫയലിനും ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. .txt ടെക്സ്റ്റ് ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ്. അതുപോലെ പൈത്തൺ ഫയലാണെങ്കിൽ അതിന് .py എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ ആയിരിക്കും. ജാവാ സ്ക്രിപ്റ്റ് ആണെങ്കിൽ .js ആയിരിക്കും. C++ ആണെങ്കിൽ .cpp ആയിരിക്കും. അതുപോലെ ഷെൽ ഫയലിൻ്റെ എക്സ്റ്റൻഷനാണ് .sh. നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അവസാനം നമ്മൾ .sh എന്ന് ആഡ് ചെയ്ത് കൊടുക്കണം, എന്നാൽ മാത്രമേ ഷെൽ ഫയൽ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഫയലിൻ്റെ ഫസ്റ്റ് ലൈന് നമ്മൾ ഉപയോഗിക്കുന്ന ഷെല്ലിൻ്റെ പാത്തായിരിക്കണം. നേരത്തെ പറഞ്ഞ് നമ്മൾ ഏത് ഷെല്ലാണ് ഉപയോഗിക്കുക എന്ന് കാണാൻ വേണ്ടിയിട്ട് PS എന്ന് പറഞ്ഞിട്ടുള്ള കമാൻഡ് അടിച്ച് എൻ്റർ അടിച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് ZSH ആണ് കറൻറ്റ്ലി. ബട്ട് എൻ്റെ സിസ്റ്റത്തിൽ ബാഷും ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ ലിനക്സ് യൂസർ ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് മിക്കവാറും ബാഷ് ആയിരിക്കും. എന്തായാലും നിങ്ങളുടെ സിസ്റ്റത്തിൽ ബാഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ZSHൻ്റെയോ അല്ലെങ്കിൽ ബാഷിൻ്റെയോ പാത്ത് എങ്ങനെ കണ്ടുപിടിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് വിച്ച് ബാഷ്. അപ്പോൾ എൻ്റെ ബാഷിലുള്ളത് ബിന്നിൻ്റെ ഉള്ളിലാണ്. ഈ ലൈനൊന്ന് കോപ്പി ചെയ്താണ് നമ്മുടെ പാത്ത്. അതിന് വെച്ച് ടെർമിനൽ ഒന്ന് ക്ലിയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള കമാൻഡാണ് ക്ലിയർ. ജസ്റ്റ് ക്ലിയർ എന്ന് അടിക്കുക, എൻ്റർ അടിക്കുക. അതിനുശേഷം ഇപ്പം എൻ്റെ ഡെസ്ക്ടോപ്പ് ഡയറക്ടറി empty ആണ്. നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ടച്ച് എൻ്റെ നെയിം കൊടുക്കാം, എന്തെങ്കിലും നെയിം കൊടുക്കാം. അതായത് test.sh എക്സ്റ്റൻഷൻ SH ആയിരിക്കണം എന്നുള്ളൂ. നമ്മുടെ ഫയൽ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയൽ ഒരു എഡിറ്ററിൽ ഓപ്പൺ ആക്കണം. അപ്പം യുണിക്സ് അല്ലെങ്കിൽ ലിനക്സ് സിസ്റ്റങ്ങളിൽ ഡിഫാൾട്ടായിട്ട് വിം എഡിറ്റർ അല്ലെങ്കിൽ VA എഡിറ്റർ അതുപോലെ നാനോ എഡിറ്റർ ഉണ്ടായിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു എഡിറ്ററിൽ ഇത് ഓപ്പൺ ആക്കാം. ഞാനിപ്പോൾ ഇവിടെ VA കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് എഡിറ്റർ ഓപ്പൺ ആക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഈ ഷെൽ സ്ക്രിപ്റ്റിംഗ് VS കോഡിലും ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം ഈ test.sh എന്നുള്ളത് നമുക്ക് എഡിറ്ററിൽ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് VI test.sh. ഓക്കെ, ഇനി നമ്മുടെ ഫസ്റ്റ് ലൈനായിട്ട് നേരത്തെ കോപ്പി ചെയ്ത പാത്ത് പറഞ്ഞു കൊടുക്കണം. അതിന് സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഹാഷ്. അതിനു മുമ്പ് ഈ എഡിറ്ററിലോട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കൾസർ മോഡിലോട്ട് കിടക്കണമെങ്കിൽ I എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഇവിടെ എന്തോ ടൈപ്പ് ചെയ്യാനുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. സോ നമുക്ക് ഹാഷ് എക്സ്ക്ലമേഷൻ നേരത്തെ കോപ്പി ചെയ്ത പാത്ത്, ഇതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ഫയലിൻ്റെ ഫസ്റ്റ് ലൈന്. എന്നാൽ മാത്രമേ ഷെല്ലിന് ഇത് ബാഷ് സ്ക്രിപ്റ്റ് വഴിയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാവുള്ളൂ. അതിനുശേഷം നമുക്കൊരു നേരത്തെ പറഞ്ഞ എക്കോ കമാൻഡ് വെച്ചിട്ടൊരു ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യാം. ഹലോ വേൾഡ് എന്തെങ്കിലും നമുക്ക് അടിച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിന്ന് ഈ എഡിറ്ററിൽ നിന്ന് എക്സിറ്റ് അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മുടെ കീബോർഡിലെ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നമ്മൾ എഴുതിയത് ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യും വേണം, കിട്ടടിക്കും വേണം. അതിന് വേണ്ടിയിട്ട് W and Q, അതായത് റൈറ്റ് ആൻഡ് ക്വിറ്റ്
ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇപ്പോൾ നമ്മൾ പുറത്തെത്തി. ഇപ്പോൾ നമ്മൾ test.sh എന്നുള്ളത് നമ്മുടെ ബാഷിൻ്റെ പാത്തും കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു എക്കോ പറഞ്ഞിട്ട് ഒരു ഹലോ വേൾഡ് ഡിസ്പ്ലേ ആണ് നോക്കുന്നുണ്ട്. ഇനി നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യണം. എക്സിക്യൂട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് test.sh എന്ന് പറഞ്ഞ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പെർമിഷൻ ഡിനൈഡ് എന്ന്. അതായത് ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇപ്പം ഈ കറണ്ട് യൂസറിനില്ല. അപ്പോൾ നമ്മൾ ഈ ഫയലിൻ്റെ മോഡ് ചേഞ്ച് ആക്കണം. ഫയലിൻ്റെ മോഡ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടൊരു കമാൻഡ് ഉണ്ട്, chmod അല്ലെങ്കിൽ ചേഞ്ച് മോഡ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. u+x, അതായത് യൂസർ ക്യാൻ എക്സിക്യൂട്ട് ദിസ് ഫയൽ. ഇനി നമ്മുടെ ഫയലിൻ്റെ ഏത് ഫയലാണോ അതിൻ്റെ നെയിം പറഞ്ഞു കൊടുക്കാം. ഇതിപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ ഫയൽ ഇനി മുതൽ എക്സിക്യൂട്ടബിൾ ആണ്. അതായത് ചേഞ്ച് മോഡ് ദിസ് ഫയൽ ഇൻ ടു യൂസർ ക്യാൻ എക്സിക്യൂട്ട് എന്നാണ് ഈ ഫയലിൻ്റെ ഫുൾ ഫോം. അതാണ് ആ ഫയൽ മീൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഒന്നുകൂടെ നേരത്തെ പറഞ്ഞ test.sh എൻ്റർ അടിക്കും. അതുപോലെ ഈ ടെർമിനലിൽ നമ്മൾ നേരത്തെ അടിച്ച കമാൻഡ്സുകൾ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്പ് ആരോ, കീബോർഡിൽ അപ്പ് ആരോ അങ്ങനെ പ്രസ് ചെയ്താൽ നമുക്കിവിടെ ഹിസ്റ്ററി കാണാൻ പറ്റും. സോ നമ്മുടെ ലാസ്റ്റ് കമാൻഡ് ഈ chmod ആയിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പ് ഉള്ള ഈ കമാൻഡ് ഒന്നുകൂടെ നമുക്ക് എൻ്റർ അടിക്കാം, എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് കാണാൻ പറ്റും ഹലോ വേൾഡ് പ്രിൻ്റ് ആയി. ഇതിപ്പോൾ പ്രിൻ്റ് ആയത് ഫയൽ ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ സ്ക്രിപ്റ്റിൻ്റെ പാത്ത് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മളൊരു ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേരിയബിൾസ്, അതായത് സ്ക്രിപ്റ്റിങ്ങിൽ എങ്ങനെ നമുക്ക് വേരിയബിൾസ് യൂസ് ചെയ്യാം, മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് പോലെ വേരിയബിൾസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, സ്ക്രിപ്റ്റിങ്ങിൽ ഒരു ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമില്ല. അതായത് ഒരു വേരിയബിളിന് ന്യൂമറിക് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റും, ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ക്യാരക്ടേഴ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഡാറ്റ ടൈപ്പ് അതിലില്ല. ഓക്കെ, അപ്പം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജത്തെ പോലെ തന്നെ ഇതിലും വാലിഡ് വേരിയബിൾ നെയിംസും ഉണ്ട്, ഇൻവാലിഡ് വേരിയബിൾ നെയിംസും ഉണ്ട്. അതായത് അതിന് സ്റ്റൈലുണ്ട്. ചിലത് കീവേഡ് ആയിരിക്കാം, അപ്പോൾ അത് നമുക്ക് ഡിഫോൾട്ട് കീവേഡ് ആയിരിക്കാം, അത് നമുക്ക് വേരിയബിൾ ആക്കാൻ പറ്റില്ല. സോ എങ്ങനെ നമുക്ക് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് test.sh എൻ്റെ ഫാനിൻ്റെ ഉള്ളിലോട്ട് പോയി പ്രസ് ഐ, അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ലൈനിലോട്ട് പോവുക. ഇവിടെ ഇപ്പോൾ വേരിയബിൾ നെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ജസ്റ്റ് മൈ നെയിം, എന്നിട്ട് എന്തെങ്കിലും നെയിം കൊടുക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ ജോൺ. ഇങ്ങനെയാണ് ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ പരിപാടി. അല്ലാതെ അതിൻ്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക, ഏത് ടൈപ്പാണ്, സ്ട്രിങ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടറാണ്, ഏജ്, അതായത് ഇപ്പോൾ എൻ്റെ ഏജ് 21 ആണെങ്കിൽ ഇത് ഇൻറ്റിജർ ടൈപ്പാണ്, ഇത് പറഞ്ഞു കൊടുക്കേണ്ട, സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഇതാണ് വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതുപോലെ വാലിഡ് ആയിട്ടുള്ള വേരിയബിൾ ടൈപ്പാണ്, അതായത് നമുക്ക് അണ്ടർസ്കോർ നെയിമിൻ്റെ ഇടയിൽ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അതുപോലെ അണ്ടർസ്കോർ വെച്ചിട്ട് നമുക്കൊരു വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ക്യാപിറ്റൽ സ്മോളർ നമുക്ക് മിക്സഡ് ആക്കി എഴുതാം. ഇൻവാലിഡ് ആയിട്ടുള്ള വേരിയബിൾ നെയിമിൻ്റെ എന്താണെന്ന് നോക്കാം. നമ്പർ വെച്ചിട്ട് നമുക്കൊരു വേരിയബിൾ നെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, ഇത് ഇൻവാലിഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഹൈഫണ് വേരിയബിളിൻ്റെ നെയിമിൻ്റെ ഇടയിൽ മിക്സ് ആകാൻ പാടില്ല, ഇത് ഇൻവാലിഡ് വേരിയബിൾ നെയിമാണ്. അതുപോലെ സ്പേസ് വരാൻ പാടില്ല, ഇതും ഇൻവാലിഡാണ്. സോ ഇങ്ങനെയാണ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. ഇനി എങ്ങനെ ഈ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾ മറ്റൊരു സ്ഥലത്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഹലോ വേൾഡ് എന്നുള്ളതിൽ ഈ വേരിയബിൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. അത് നമ്മൾ മൈ നെയിം ഈസ് ജോൺ, നമുക്ക് ഹലോ മൈ നെയിം ഈസ് ജോൺ എന്ന് പ്രിൻ്റ് ചെയ്യാം. ഇപ്പോൾ മൈ നെയിം ഈസ് സ്പേസ് ഇടാം. അതിന് ശേഷം ഡോളർ സൈൻ, എന്നിട്ട് നമ്മൾ വേരിയബിളിൻ്റെ നെയിം. ഇനി നമുക്ക് ജസ്റ്റ് റൈറ്റ് ആൻഡ് ക്ലിക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, മൈ നെയിം ഈസ് ജോൺ. ഇങ്ങനെയാണ് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതും. ഇനി ഇതന്നെ നമുക്ക് മറ്റൊരു വേരിയബിളിലോട്ട് എടുത്തു വെക്കാം. അതായത് ഈ മൈ നെയിം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, സെയിം നെയിം, ഫോർ എക്സാമ്പിൾ സെയിം നെയിം ഇങ്ങനെയും കൊടുക്കാൻ പറ്റും. ഇതെല്ലാം നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ എക്സാക്ട്ലി സെയിം ആണ്. എക്സാക്ട്ലി അല്ല, ചെറിയ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. നമ്മൾ ലൂപ്പ് എന്താണ്, ഫോർ ലൂപ്പ് എന്താണ്, വൈൽ ലൂപ്പ് എന്താണ്, കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജത്തെ പോലെ തന്നെ അതെല്ലാം ഇതിൽ ചെറിയ ചെറിയ സിൻടാക്സിലുള്ള ഡിഫറൻസ് ഉള്ളൂ. ലോജിക് എല്ലാം സെയിം ആണ്.
സോ ഇങ്ങനെയാണ് നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യുന്നതും അതെങ്ങനെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് മറ്റൊരു സ്ഥലത്ത് യൂസ് ചെയ്യുന്നതും ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എങ്ങനെ യൂസർ എടുക്കുന്ന എങ്ങനെ ഒരു ഇൻപുട്ട് എടുക്കണം, അതായത് ഇപ്പോൾ നമ്മളൊരു C++ലാണെങ്കിൽ C ഇന്ന് വെച്ചിട്ട് ഇൻപുട്ട് എടുക്കും, പൈത്തണിലാണെങ്കിൽ ഇൻപുട്ട് എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് എടുക്കും. അതുപോലെ സ്ക്രിപ്റ്റിൽ എങ്ങനെ യൂസർ എടുക്കുന്ന ഇൻപുട്ട് എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് റീഡ് എന്ന് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു വേരിയബിളിൻ്റെ നെയിം കൊടുക്കാം, പുതിയൊരു വേരിയബിളിൻ്റെ നെയിം കൊടുക്കാം, ഏജ്. ഇത് എക്സിക്യൂട്ട് ആകുമ്പോൾ ഇവിടെ നമ്മുടെ ഏജ് ചോദിക്കും. അതിനു മുമ്പ് ഏജ് ചോദിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. ഹലോ വേൾഡ്, അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, റീഡ് നെയിം, വേരിയബിൾ യൂസ് ചെയ്യാം. ഇത് നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്താൽ അതിനായിട്ട് ഓക്കെ. ഇവിടെ നമ്മളെ നെയിം ചോദിക്കുന്നുണ്ട്, നമുക്കിവിടെ ഇൻപുട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഇൻസേർട്ട് ഇവിടെ കാണുന്നുണ്ട്. അതിൻ്റെ നെയിമായിട്ട് തുടങ്ങാം, ജോൺ. അപ്പോൾ യുവർ നെയിം ഈസ് ജോൺ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ യൂസർ എടുത്തുനിന്ന് ഒരു വാല്യൂ എടുക്കുന്നത്. അത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് റീഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ യൂസർ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ വേരിയബിൾ ആദ്യം ക്രിയേറ്റ്, മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ഓൾറെഡി വേരിയബിൾ അവിടെ ഡിക്ലെയർ ചെയ്യണം. അതായത് പൈത്തണിൽ അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലൊക്കെ ആണെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമ്മൾ പൈത്തണിലൊക്കെ ആണെങ്കിൽ നെയിം ഈസ് ഈക്വൽ ടു ഇൻപുട്ട് എന്ന് പറഞ്ഞ് ഇവിടെ നെയിം ഓൾറെഡി ഡിക്ലെയർ ആയിരിക്കണം. പക്ഷെ ഇതിൽ അങ്ങനെയില്ല, ഡയറക്റ്റ് റീഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേരിയബിളിൻ്റെ നെയിം കൊടുക്കാം, ആ വേരിയബിൾ നമുക്കിവിടെ വിളിച്ചും കൊടുക്കും. ഇങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നതും വേരിയബിൾ യൂസ് ചെയ്യുന്നതും യൂസർക്ക് എങ്ങനെ ഇൻപുട്ട് എടുക്കാമെന്നും ആ ഇൻപുട്ട് എങ്ങനെ എക്കോ കമാൻഡ് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാമെന്നും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് എങ്ങനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലൊക്കെ ഉള്ള പോലെ ഇഫ് എൽസ് ഇഫ്, അതായത് അതുപോലെ നെസ്റ്റഡ് കണ്ടീഷൻസ്, അതുപോലെ സ്വിച്ച് കേസ്, ഇതൊക്കെ എങ്ങനെ സ്ക്രിപ്റ്റിങ്ങിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പം മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമേ ഈ സ്ക്രിപ്റ്റിൽ വരുന്നുള്ളൂ. അപ്പം ഓൾറെഡി നമുക്ക് test.sh ഉണ്ട്, നമുക്ക് മറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, ടച്ച്. ഇങ്ങനെ നമുക്ക് ടച്ച് കമാൻഡ് വെച്ചിട്ട് ഫയൽ ക്രിയേറ്റ് ചെയ്തതിൻ്റെ ശേഷം വിം എഡിറ്ററിലോട്ട് പോകാനും പറ്റും. ഇനി നേരെ VA കമാൻഡ് ഉപയോഗിച്ചിട്ട് അറ്റ് എ ടൈം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ ആ ഫയൽ എഡിറ്ററിൽ ഓപ്പൺ ചെയ്യാനും പറ്റും. നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം. ജസ്റ്റ് നമുക്ക് conditional.sh ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം, പിന്നെ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. conditional.sh എൻ്റർ അടിച്ച് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യണം, ഷെല്ലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് I അടിക്കാം, എക്സ്ക്ലമേഷൻ, ഇതിൻ്റെ ഉള്ളിൽ ഡാഷ്, ഇതാണ് എൻ്റെ പാത്ത്. ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കാം. അതായത് ഒരു നമ്പർ എൻ്റർ ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമുക്ക് നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഹലോ പ്ലീസ് എൻ്റർ ദ നമ്പർ, എന്നിട്ട് നമുക്ക് ആ നമ്പർ റീഡ് ഉപയോഗിച്ച് നം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. അതിനുശേഷം ഞാൻ ശ്രദ്ധിക്കേണ്ടത് നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ ഇഫ്, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് തുറക്കുക. എന്നിട്ട് നമ്മൾ വേരിയബിൾ എങ്ങനെ യൂസ് ചെയ്യാൻ നമ്മൾ നേരത്തെ പഠിച്ചു, $നം. ഇനി നമുക്ക് ഗ്രേറ്റർ ദാൻ ആണോ ലെസ്സർ ദാൻ ആണോ ഇങ്ങനെ ചെക്ക് ചെയ്യാനും പറ്റും. ഇങ്ങനത്തെ ഗ്രേറ്റർ ദാൻ ഓർ ലെസ്സർ ദാൻ സിമ്പിൾ ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാനും പറ്റും. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് GT എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതെന്താണ്, പോസിറ്റീവാണ്. അതിനുശേഷം നമ്മളൊരു സെമിക്കോളൻ ഉണ്ട്, അതിനുശേഷം ദെൻ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ലൈനിലോട്ട് പോയിട്ടൊരു ടാബ് അടിക്കാം. ഇവിടെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, എക്കോ ഈസ് പോസിറ്റീവ്. ഇനി നമുക്ക് എലിഫ് കണ്ടീഷനിലോട്ട് പോവാം. എലിഫ് ആണെങ്കിൽ ബ്രാക്കറ്റ് തുറക്കുക,
നേരത്തെ പോലെ ഈ വേരിയബിൾ യൂസ് ചെയ്യുന്നു. ഇനി ലെസ്സർ ദാൻ ആണ്, ഗ്രേറ്റർ ദാനിന് ജി ടി ആണെങ്കിൽ ലെസ്സർ ദാൻ എന്താക്കും, എൽ ടി ആയിരിക്കും, -LT. ഇത് നമ്മൾ ഈ ഹൈഫൺ ഇട്ട് പറയുന്നത് നമ്മൾ ഓപ്ഷൻസ് അല്ലെങ്കിൽ ഫ്ലാഗ് എന്നൊക്കെ പറയും ഒരു കമാൻഡിൽ. ലെസ്സർ ദാൻ 0 ആണെങ്കിൽ വീണ്ടും ദെൻ എക്കോ നം ഈസ് നെഗറ്റീവ്. ഇനി എൽസ് കണ്ടീഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും. എൽസ് ആണെങ്കിൽ അവിടെ നമ്മൾ ദെൻ യൂസ് ചെയ്യണമെന്നില്ല തൽക്കാലം. എക്കോ നം ഈസ് 0. ഇനി ഇതിന് ശേഷം ഈ ഇഫ് എൻഡ് ചെയ്യുന്നത് FI എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇഫ് എൽസ് എൻഡ് ആയിട്ടില്ല എന്നാണ് ഷെല്ല് മനസ്സിലാക്കുക. സോ ഇനി നമുക്ക് സേവ് ചെയ്തതിന് ശേഷം ക്വിറ്റ് അടിച്ചിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. എസ്കേപ്പ് റൈറ്റ് ആൻഡ് ക്വിറ്റ്. സോ ഇതൊരു പുതിയ ഫയലാണ്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മോഡ് ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ പോലെ എക്സിക്യൂട്ടബിൾ ആവില്ല. അപ്പം chmod u+x യൂസർ ക്യാൻ എക്സിക്യൂട്ട് ദിസ് ഫയൽ. എൻ്റർ. നമുക്ക് ഈ ഫയൽ എക്സിക്യൂട്ട് ചെയ്യാം. ഇത് സെൻറ്ററിൽ നമ്പർ 20 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 20 is 0. അപ്പോൾ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് നോക്കാം. വെയിറ്റ്. അപ്പോൾ അതിൽ പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സ്പേസ് മിസ്സായിപ്പോയി. അതായത് നമ്മുടെ മുമ്പത്തെ കമാൻഡ് ഇങ്ങനെയായിരുന്നു. നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ശേഷമുള്ള സ്പേസ് നമ്മൾ കൊടുത്തില്ല. ഈ സ്പേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, സോറി. അപ്പോൾ ഈ സ്ക്വയർ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ സ്പേസ് നിർബന്ധമായിട്ട് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കമാൻഡ് നോട്ട് ഫൗണ്ട് എന്നുള്ള എറർ വരും. നേരെ അത് എൽസ് കണ്ടീഷനിലോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് അതിൻ്റെ സ്പേസ് കൊടുക്കാം. ഓക്കെ. ഇനി നമ്മളത് അടിച്ച് അതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് അതിൻ്റെ സ്പേസ് വേണം. ഈ സെമിക്കോളം കേട്ടുള്ള ഈ ദെന്ന് ഇതിനിടയിൽ ഒരു സ്പേസ് വേണം. എൽസിൻ്റെ ശേഷം ദെന്നിൻ്റെ ആവശ്യമില്ല. എലിഫിന് ശേഷം, അതായത് കണ്ടീഷൻ എവിടെ ഉണ്ടോ അവിടെ മാത്രം സ്പേസും ദെന്നും മതി. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇഫ് സ്ക്വയർ ബ്രാക്കറ്റ്, ഇഫ് കഴിഞ്ഞിട്ട് സ്പേസ് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക, അതിന് ശേഷം സ്പേസ് കെട്ടതിന് ശേഷം വേരിയബിൾ എവിടെയും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ വേരിയബിൾ, അതിനുശേഷം -GT എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ആണ്. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദെൻ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. എലിഫ് ആണെങ്കിൽ വേരിയബിൾ ലെസ്സർ ദാൻ ആണെങ്കിൽ ചെക്ക് ചെയ്തു, ഇത് വർക്ക് ചെയ്തു. എൽസ് ആണെങ്കിൽ 0 കണ്ടീഷൻ. ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ FI, ഇഫിൻ്റെ നേരെ ഓപ്പോസിറ്റ് FI എന്ന് പറഞ്ഞതിന് ശേഷം ക്വിറ്റ് ചെയ്യണം. നമുക്കിത് റൈറ്റ് ആൻഡ് ക്വിറ്റ് അടിച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്താൽ എന്നോട് നമ്പർ ചോദിച്ചു. ഞാനൊരു -10 കൊടുത്തു കഴിഞ്ഞാൽ 10 ഈസ് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഞാനൊരു 1 കൊടുത്തു. അപ്പോൾ അത് പോസിറ്റീവ് ആണ്. ഇനി 1 അല്ലാണ്ട് നമുക്ക് 0 കൊടുക്കാം. അപ്പം 0 ഈസ് 0. ഓക്കെ, ഈസ് 0. അപ്പോൾ അങ്ങനെയാണ് ഇഫ് സ്ക്രിപ്റ്റിങ്ങിൽ എങ്ങനെ ഇഫ് യൂസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സ്ക്രിപ്റ്റിങ്ങിൽ എങ്ങനെ നമുക്ക് സ്വിച്ച് കണ്ടീഷനല്ല സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എല്ലാവർക്കും അറിയാൻ വഴി ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം അതെങ്ങനെ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ നോക്കാം. കേസിലോട്ട് പോകുന്നതിന് മുമ്പ് ഇഫിൽ 2 പ്രോഗ്രാമും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. അതായത് കുറച്ചധികം ഓപ്പറേറ്റേഴ്സ് മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ കുറച്ചധികം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതായത് ഗ്രേറ്റർ ദാൻ ലെസ്സർ ദാൻ നമ്മൾ പഠിച്ചു, അതുപോലെ ഈക്വൽ ടു നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അതുപോലെ ആൻഡ് ഓർ, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇത് നോർമൽ രീതിയിലും യൂസ് ചെയ്യാം, അതല്ലാണ്ട് ബാഷിൻ്റേതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട്, അതുപോലെ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് ഇപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു പ്രോഗ്രാം ചെയ്യാം. അതായത് ഫൈൻഡ് ദ ലാർജസ്റ്റ് എമംഗ് 3 നമ്പേഴ്സ്. 3 നമ്പേഴ്സ് എന്ന ഏറ്റവും വലിയ നമ്പർ ഏതാണ് ഇഫ് എൽസ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതിന് ഫസ്റ്റ് നമ്മൾ ബാഷിൻ്റെ പാത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ എൻ്റർ ദ ഫസ്റ്റ് നമ്പർ, ലൈൻ നമുക്കൊന്ന് കോപ്പി ചെയ്യാം. അത് നമുക്ക് വീണ്ടും ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. റീഡ് നമ്പർ, അത് നമ്മൾ നമ്പറിലോട്ട് സ്റ്റോർ ചെയ്യും. വീണ്ടും സെക്കൻഡ് റീഡ് 2, അതിനുശേഷം വീണ്ടും തേർഡ് നമ്പർ എൻ്റർ ചെയ്യാൻ പറയും. അത് നമ്മൾ റീഡ് നമ്പർ 3. നമ്മുടെ 3 നമ്പറും യൂസർ എൻ്റർ ചെയ്യുന്നു. അത് നമ്മൾ ഇനി എൽസ് കണ്ടീഷൻ വെച്ചിട്ട് ഏത് നമ്പറാണ് ലാർജസ്റ്റ് എന്ന് കണ്ടെത്തുമ്പോൾ ഇവിടെ നമുക്ക് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇഫ് സ്റ്റാർട്ട് ചെയ്യാം. ഈ സ്പേസ് ഇട്ട് എററൊന്നും വരില്ല എന്ന് ഉറപ്പ് വരുത്താം. num1 വേരിയബിൾ ഗ്രേറ്റർ ദാൻ, ഇത് GE എന്ന് ഉപയോഗിക്കാം, GT എന്ന് ഉപയോഗിക്കാം. ഓക്കെ, num1 വേരിയബിൾ ഗ്രേറ്റർ ദാൻ num2 ആൻഡ് അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും -a, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഫ്ലാഗ് -a ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ -g, എല്ലാം ആ വേർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് പഠിക്കാൻ വെരി സിമ്പിളാണ്. ഇപ്പോൾ പിന്നെ ഇതൊന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പം കാരണം ഒരുപാട് ഓപ്പറേറ്റേഴ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിലെയും ഒരു കാര്യം നമുക്ക് ഫുൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഇതൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യാം. ChatGPT ഉണ്ട്, ChatGPTയിലോട്ട് നോക്കാം, അത്രേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയിട്ടാണല്ലോ ChatGPTയും കാര്യങ്ങളെല്ലാം അവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ആൻഡ് വെച്ചിട്ട് നെക്സ്റ്റ് ഒരു കണ്ടീഷനും കൂടി നോക്കുകയാണ്. num1 ഗ്രേറ്റർ ദാൻ num3, 3യേക്കാളും വലുതാണെങ്കിൽ num1 തന്നെയാണ് ഗ്രേറ്റർ. നമ്മൾ സെമിക്കോളൻ ദെൻ എൻ്റർ അടിക്കാം, ഒരു ടാബ് അടിക്കാം. ഇപ്പോൾ the largest number is num1. ലൈനൊന്ന് കോപ്പി ചെയ്യാം, നമുക്ക് വീണ്ടും ആവശ്യമുണ്ട്. എൻ്റർ അടിക്കുന്നു. നെക്സ്റ്റ് കണ്ടീഷൻ എലിഫ് സ്പേസ് ഇട്ടെല്ലാം ഉറപ്പ് വരുത്താം. num2 num1 ആൻഡ് അപ്പം ഓർ എന്തായിരിക്കും? ഓ ആയിരിക്കും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ. ഇതിപ്പോൾ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ആംപ്രസൻറ്റ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് നമുക്ക് ബാഷിലും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ടിപ്പിക്കൽ ബാഷിൻ്റെ മെത്തേഡാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചത്. പൈത്തണിലാണെങ്കിൽ എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഓറാണെങ്കിൽ ഇതായിരിക്കും. സോ നമുക്ക് ഫ്ലാഗ് വെച്ചിട്ട് തന്നെ നോക്കാം. സോ -a ആൻഡ് num2 -ge ഗ്രേറ്റർ ദാൻ വീണ്ടും num3 ആണെങ്കിൽ കണ്ടീഷൻ തെറ്റില്ലല്ലോ. ഓക്കെ ആണെങ്കിൽ സ്പേസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ എറർ വരും. കോപ്പി ചെയ്യാം. ഇഫ് നമ്പർ ഈസ് ഗ്രേറ്റർ num2 എൻ്റെ എൽസ് കണ്ടീഷനിൽ num3 ആയിരിക്കും ഗ്രേറ്റർ. ഇനി നമുക്ക് ഇഫ് എങ്ങനെ എൻഡ് ചെയ്യണം? Fi. സോ നമ്മൾ കണ്ടീഷൻ ഇവിടെ എൻഡ് ആയിട്ടുണ്ട്. നമുക്കിത് ക്വിറ്റ് അടിക്കാം. റൈറ്റ് ആൻഡ് ക്വിറ്റ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ ചോദിക്കുന്നു 10, 11, 12. ലാർജസ്റ്റ് നമ്പർ ഈസ് 12. ഓക്കെ, ഇനി ഒന്നുകൂടെ 1, 5, 2. ലാർജസ്റ്റ് നമ്പർ ഈസ് 5. സോ നമ്മളെ പ്രോഗ്രാമെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഇതിലെ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ ഫ്ലാഗ്സ് ആണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചത്. അപ്പം ഓർ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആൻഡ് യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ -a, ഓർ ആണെങ്കിൽ -o, -ge, -gt ഈസ് ഗ്രേറ്റർ ദാൻ, അത് LT അല്ലെങ്കിൽ LE ആണെങ്കിൽ അത് ലെസ്സർ ദാൻ. ഇനി ഈക്വൽ ടു എങ്ങനെ യൂസ് ചെയ്യണം? അതിന് നമ്മൾ ഉപയോഗിക്കണതാണ് EQ. അത് നമ്മൾ പ്രോഗ്രാം ചെയ്യണം. അവർ ചെറിയ പ്രോഗ്രാം ചെയ്ത് നോക്കാം. അതായത് എങ്ങനെ ഒരു നമ്പർ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. എങ്ങനെ നമുക്ക് നമ്പർ ഈവൻ ആണോ ഓഡാണോ നോക്കാം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നമ്മൾ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ ഈ പ്രോഗ്രാം ഇവിടെ നിന്ന് ജസ്റ്റ് റിമൂവ് ചെയ്യുക. ഈ എഡിറ്ററിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒറ്റയടിക്ക് അത് റിമൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മളിവിടെ ഒരു നമ്പർ ചോദിക്കുന്നു. എൻ്റർ യുവർ നമ്പർ. ഇനി നമുക്ക് അത് നമ്പറിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് num1. ഇനി നമുക്കത് ഈവൻ ആണോ ഓഡാണോ നോക്കാം. അത് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കോമൺ പ്രോഗ്രാം സ്പേസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം കാൽക്കുലേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബ്രാക്കറ്റ് യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു $, ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ മറ്റൊരു ബ്രാക്കറ്റ്. കാരണം നമ്മളിവിടെ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. num2 ഇങ്ങനെ ഇതാണല്ലോ നമ്മൾ യൂസ് ചെയ്യണ ലോജിക്. ഇനി ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ അതെന്താവും? ഈവൻ ആയിരിക്കും. അതല്ലെങ്കിൽ അത് ഓഡായിരിക്കും. സോ അത് നമ്മൾ യൂസ് ചെയ്യണ ഫ്ലാഗാണ് EQ. ഈക്വൽ ടു 0 ആണെങ്കിൽ 10.
പോലെ, അല്ലെങ്കിൽ എൽസിൽ എന്തായിരിക്കും നമ്മൾ സ്റ്റോർ. സിമ്പിൾ. നമ്മൾ FI എന്നടിച്ച് നമുക്ക് അവിടെ കണ്ടീഷൻ ക്ലോസ് ചെയ്യാം. അതിനുശേഷം സേവ് ആൻഡ് ക്വിറ്റ്. നമ്പർ എൻ്റർ അടിക്കാൻ വന്നത് നമ്മൾ ഫസ്റ്റ് ഈവൻ അടിച്ച് നോക്കാം. നമ്പർ ഈവൻ ആണ്. ഒരു ഓഡ് അടിച്ച് നോക്കാം. 1 is an odd for sure and it's an odd. So that's it. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇഫ് കണ്ടീഷൻ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. എങ്ങനെ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാം, അതായത് നോർമൽ നമ്മൾ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യണ ആൻഡ് ഈ ഓർ അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് സ്വിച്ച് സ്റ്റേറ്റിലോട്ട് പോകാം, സ്വിച്ച് കേസിലോട്ട് പോകാം. അപ്പോൾ എങ്ങനെ കേസ് സ്റ്റേറ്റ്മെൻറ്റ് സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഫ്രൂട്ടിൻ്റെ പ്രോഗ്രാം വെച്ച് ചെക്ക് ചെയ്യും. അതായത് നമ്മൾ വേരിയബിൾ ആപ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ കേസ് വെച്ചിട്ട് അത് ആപ്പിൾ ആണെങ്കിൽ ദിസ് എ റെഡ് ഫ്രൂട്ട്, ഇനി അത് ബനാന ആണെങ്കിൽ ഇറ്റ്സ് എ യെല്ലോ ഫ്രൂട്ട്, ഓറഞ്ച് ആണെങ്കിൽ ഇറ്റ്സ് എൻ ഓറഞ്ച് ഫ്രൂട്ട്, മറ്റേതെങ്കിലും ഫ്രൂട്ട് ആണെങ്കിൽ ഇറ്റ്സ് എൻ അൺനോൺ ഫ്രൂട്ട്. മീൻ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമുക്ക് ഡിഫോൾട്ട് പറഞ്ഞിട്ടൊരു കേസ് ഉണ്ട്. അങ്ങനത്തെ കേസ് നമുക്ക് സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. Fruit is equal to apple. ഇനി ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല. കേസ് വേരിയബിൾ നെയിം എന്താണ് ഫ്രൂട്ട്, ഇൻ എൻ്റർ അടിക്കുന്നു, ഒരു ടാബ് അടിക്കുന്നു. ഇനി നമ്മൾ സ്ട്രിംഗ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫ്രൂട്ടിൻ്റെ നെയിം എന്താണ്, എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. നമ്മൾ എവിടെയും ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയില്ല, ജസ്റ്റ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ്റെ ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കാം. ദിസ് ഈസ് എ യെല്ലോ ഫ്രൂട്ട്. കോപ്പി ചെയ്യാം ആവശ്യമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ടാബ് അടിച്ചതിന് ശേഷം ഈ എക്കോൻ്റെ താഴെയായിട്ട് 2 സെമിക്കോളൻ ഇടണം. നമ്മളെ ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് കണ്ടീഷൻ ബനാനൻ്റെ കണ്ടീഷൻ എങ്ങനെയാണ് വേണ്ടിയിട്ട് വീണ്ടും ബനാന ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റ് നമ്മൾ എവിടെ ഓപ്പൺ ആക്കില്ല, പക്ഷേ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കണം. ദിസ് ഈസ് എ റെഡ് ഫ്രൂട്ട് ആയിരുന്നു, അതുപോയി. ദിസ് ഈസ് എൻ യെല്ലോ ഫ്രൂട്ട്, അതിനുശേഷം നമുക്ക് ഈ സെമിക്കോളൻ ഇവിടെ ഇടാൻ പറ്റുള്ളൂ. ഇത് കോഡ് ഒരു വൃത്തി സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ടാണ് ഞാനിത് എക്കോൻ്റെ അടിയിൽ തന്നെ ഇട്ടാൽ കാണാനൊരു ഭംഗി ഉണ്ടാവുമല്ലോ, അലങ്കോലായി കിടക്കില്ലല്ലോ. ഇനി ഓറഞ്ചിൻ്റെ കേസ് കൂടി നോക്കാം. ഓറഞ്ച് ആണെങ്കിൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ദിസ് ഈസ് ഓറഞ്ച്, എന്നിട്ട് 2 സെമിക്കോളൻ. ഇനി നമുക്ക് ഡിഫോൾട്ട് കേസ് നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് എന്നൊക്കെ പറഞ്ഞായിട്ട് എഴുതാം. ഇവിടെ അതിന് പകരം ജസ്റ്റ് ഒരു സ്റ്റാർ ഇടാം. നേരത്തെ പോലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ അത് പറഞ്ഞെടുക്കുക. അപ്പോൾ ഇതെന്താ ഒരു അൺനോൺ ഫ്രൂട്ടാണ്. 2 സെമിക്കോളൻ. ഇനി നമ്മൾ നേരത്തെ ഇഫ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു എൻഡ് ചെയ്തത്, ഇഫിൻ്റെ ഓപ്പോസിറ്റ് FI, അതുപോലെ കേസ് സ്റ്റേറ്റ്മെൻറ്റ് എൻഡ് ചെയ്യുന്നത് കേസിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് ESAC. അപ്പം ഇനി നമുക്ക് സേവ് ചെയ്യാം, റൈറ്റ് ആൻഡ് ക്വിറ്റ്. ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം, എക്സിക്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് എ റെഡ് ഫ്രൂട്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ വർക്കായിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ മാറ്റി വെക്കാം. ഇൻസേർട്ട് വേറെ ഏതെങ്കിലും ഒരു ഫ്രൂട്ട്, ജസ്റ്റ് അവക്കാഡോ. ഇതൊരു അൺനോൺ ഫ്രൂട്ടാണ്. യെസ്, ഇറ്റ്സ് ആൻ അൺനോൺ ഫ്രൂട്ട്. സോ ഇങ്ങനെയാണ് സ്വിച്ചിൻ്റെ അല്ലെങ്കിൽ കേസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് വരുന്നത്. ഇങ്ങനെയാണ് കേസ് വേരിയബിൾ നെയിം സ്പേസ് ഇൻ, എന്നിട്ട് നമ്മൾ കണ്ടീഷൻ ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ബ്രാക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഇടയിൽ 2 സെമിക്കോളൻ. അതാണ് ആ കണ്ടീഷൻ എൻഡായെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 സെമിക്കോളൻ ഇടുന്നത്. അതിനുശേഷം അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കൊടുക്കുന്നു.
ടു സെമിക്കോളൻ ഇടുന്നു. അറ്റ് ലാസ്റ്റ് ഡിഫോൾട്ട് കേസ് നമുക്കുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റാർ ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. എന്നിട്ട് നമ്മളെങ്ങനെ ക്ലോസ് ചെയ്യും? നേരത്തെ ഇഫിൻ്റെത് FI ആയിരുന്നെങ്കിൽ കേസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ESXC. സോ ഇതാണ് കേസിൻ്റെ സിൻടാക്സ്. അപ്പം നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോകാം. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ലൂപ്പുകൾ എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ആയിരിക്കും. അപ്പം ഇതും നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം സെയിമാണ്. ചെറിയ ഒരു സിൻടാക്സ് വ്യത്യാസമേ ഉള്ളൂ മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന്. ഇതിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫോർ ലൂപ്പ് പഠിക്കാം. അതിന് നമുക്ക് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ലൂപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഡയറക്റ്റ് നമുക്ക് VA ഉപയോഗിച്ച് ഇൻസെർട്ട് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ബാഷിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കാം. പുതിയൊരു ഫയലാണല്ലോ. ഇനി നമുക്ക് ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഫോർ നമ്മുടെ ലൂപ്പ് ചെയ്ത് വരുന്ന വേരിയബിളിനെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് 1 മുതൽ 5 വരെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പൈത്തണിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് റേഞ്ചിൻ്റെ ഉള്ളിൽ 1,5 എന്നാണെങ്കിൽ നമുക്കത് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിച്ചിട്ട് അതുപോലെ ഒരു മെത്തേഡാണ് നമ്മൾ ഡാഷിൽ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 1 ഡബിൾ പീരീഡ് അല്ലെങ്കിൽ ഡബിൾ ഡോട്ട് 5. അതിനുശേഷം ഡു എൻ്റർ അടിക്കുക. നെക്സ്റ്റ് ലൈനിലായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാം. ഐനെ പ്രിൻറ്റ് ചെയ്യാം. ജസ്റ്റ് $i ഡൺ. ഡു ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡൺ ഉണ്ടായിരിക്കണം. അങ്ങനെയാണല്ലോ. സോ ഡു ഡൺ. ഇവിടെ നമുക്ക് സിൻടാക്സ് കഴിഞ്ഞു. ഇത്ര ഉള്ള പരിപാടി. നമുക്ക് സേവ് ചെയ്തിട്ട് റൈറ്റ് ആൻഡ് ക്യൂറ്റ്. നമ്മളിവിടെ എക്സ്റ്റൻഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. loop.txt. ഇത് ജസ്റ്റ് ഒരു ഫയലാണ്. അപ്പോൾ നമുക്ക് ഇതിന് റീനെയിം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കമാൻഡ് വെച്ചിട്ട് അങ്ങനെ റീനെയിം ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് MV. നോർമലി MV കമാൻഡ് ഒരു ഫയൽ മറ്റൊരു ഡയറക്ടറിയിൽ നിന്ന് വേറൊരു ഡയറക്ടറിലോട്ട് മൂവ് ചെയ്യാൻ ഉപയോഗിക്കും. ഒരു ഫയൽ റീനെയിം ചെയ്യാൻ ഉപയോഗിക്കും. അപ്പം നമ്മുടെ ഫയലിൻ്റെ നെയിം ജസ്റ്റ് ലൂപ്പ് എന്നാണ്. എക്സ്റ്റൻഷൻ ഒന്നും കൊടുത്തില്ല. അപ്പോൾ നമുക്ക് MV ലൂപ്പ്. ഫസ്റ്റ് നമ്മൾ ഓൾഡ് ഫയൽ നെയിം കൊടുക്കുക. നമുക്ക് ഏത് ഫയലിലോട്ടാണോ മാറ്റേണ്ടത്, നെയിമിലോട്ടാണോ മാറ്റേണ്ടത്, loop.sh എൻ്റർ അടിക്കാം. ഇനി നമ്മൾ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കിയാൽ loop.sh ആയിട്ട് loop.sh ഓക്കെ. പെർമിഷൻ കൊടുക്കാൻ പറഞ്ഞു. chmod change mode user can execute our loop.sh. ഓക്കെ, now it's executable. ഒന്ന് ക്ലിയർ അടിക്കാം. ഇപ്പോൾ കണ്ടോ 1 മുതൽ 5 വരെ ഉള്ളത് പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിൻടാക്സ് ഉണ്ടാകുന്നത് ജസ്റ്റ് ചെറിയൊരു വ്യത്യാസമുള്ളൂ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന്. ജസ്റ്റ് ഫോർ ഇത് നമ്മുടെ വേരിയബിൾ, ഇത് നമ്മുടെ 1 മുതൽ 5 വരെ പ്രിൻ്റ് ചെയ്യാനുള്ള മെത്തേഡ്. അതിനുശേഷം ഡൂവിൻ്റെ ശേഷമാണ് എന്താണ് ഡൂ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡൂവിൻ്റെ ശേഷമാണ് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഡൺ, അതായത് കഴിഞ്ഞ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഡണ്ണ് എന്നും കൂടെ കൊടുക്കണം. ഇതിപ്പോൾ ഇതാണ് ഫോർ ലൂപ്പിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് വൈൽ ലൂപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. വൈൽ ലൂപ്പിലും ഇപ്പോൾ പറഞ്ഞ മാതിരി ഡൂവും ഡണ്ണും ഉണ്ട്. ജസ്റ്റ് സിൻടാക്സ് വ്യത്യാസം വരുന്നുള്ളൂ. ഇതൊക്കെ നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് i = 1 നമുക്ക് ജസ്റ്റ് 1 മുതൽ 10 വരെ അങ്ങനെ പ്രിൻറ്റ് ചെയ്യാം. നോർമൽ മെത്തേഡ് വെച്ച് വൈൽ സ്പേസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഒരു ബ്രാക്കറ്റും കൂടെ ഓപ്പൺ ചെയ്യണം. സ്പേസ് ഇടണം, അല്ലെങ്കിൽ എറർ വരും. നേരത്തെ കണ്ട പോലെ ഇതാണല്ലോ നമ്മുടെ വേരിയബിൾ. ഇഫ് ഇറ്റ്സ് ലെസ്സർ ദാൻ 10 ആണെങ്കിൽ ഡു ചെയ്യണം. ഇതിപ്പോൾ ടാബ് ഇട്ടിട്ടില്ലെങ്കിലും സംഭവം ഇത് വർക്കാവും. പക്ഷേ നമ്മൾ ടാബ് സ്പേസ് ഇതൊക്കെ കീപ്പ് ചെയ്ത് പോയാൽ കോഡ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും, കാണാൻ ഒരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ തന്നെ കീപ്പ് ചെയ്ത് പോയാൽ ഫ്യൂച്ചറിൽ മറ്റുള്ള ഒരാൾ നമ്മളെ കോഡ് എടുത്ത് നോക്കുമ്പോൾ അലമ്പലായിട്ട് തോന്നുമല്ലോ. സോ ഇവിടെ ഇപ്പോൾ നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്യണം. അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം? ഈ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊരു ഇൻഫിനിറ്റ് ലൂപ്പിൽ ട്രാക്ക് ആവും. അപ്പം അരിത്തമെറ്റിക് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഡബിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. സ്പേസ് വെരി ഇമ്പോർട്ടൻറ്റ് +=1. ഇതാണല്ലോ ലോജിക്. അതിനുശേഷം നമ്മൾ ഡൂ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഡണ്ണ് വേണമെന്ന് പറഞ്ഞു. സോ ഡൺ. ഇത്രേ ഉള്ളൂ. നമുക്ക് എസ്കേപ്പ് അടിച്ചിട്ട് റൈറ്റ് ആൻഡ് ക്യൂറ്റ് 1 to 10 വരെയുള്ള നമ്പേഴ്സ് പ്രിൻ്റ് ആയിട്ടുണ്ട്. വെരി സിമ്പിൾ. ജസ്റ്റ് സിൻടാക്സിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ മറ്റുള്ള ലാംഗ്വേജസ് വെച്ചിട്ട്.
നമ്മളിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം കണ്ടീഷനോട് ചെക്ക് ചെയ്തു. അതിന് ഇത് ലെസ്സർ LE എന്ന് പറഞ്ഞാൽ ലെസ്സർ ദാനാണ്, LT എന്ന് പറഞ്ഞാൽ LE എന്ന് പറഞ്ഞാൽ ലെസ്സർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, അതായത് സെയിം ലൈക്ക് ദിസ്. ഇതാണ് GE. ഓക്കെ, ഇതാ ജസ്റ്റ് ഇട്ടതാണ്, ഇതാണ് GE. അതുപോലെ ഇതാണ് LE. അപ്പം GT എന്താണ്? GT ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, ലെസ്സർ ദാൻ. ഇവിടെ നമ്മൾ ഈക്വൽ ടു ആണോ നോക്കുന്നില്ല, അപ്പം ഞാൻ ജസ്റ്റ് ഇത് റിപ്പീറ്റ് ചെയ്യാന്നുള്ളൂ. അതുപോലെ -A ഈസ് ആൻഡ് -O ഈസ് or and -EQ ഈസ് ഈക്വൽ ടു ദിസ് തിങ്. അതാണ് ഈക്വൽ ടു. അപ്പം ഇതൊക്കെയാണ് സിൻടാക്സ്. ഇത് ഞാൻ ജസ്റ്റ് ഫ്ലാഗ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്തെന്നുള്ളൂ. മുമ്പത്തെ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. അതായത് GTയും GEയും സെയിം ആണെന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ GE എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ചെക്ക് ചെയ്യുന്നുണ്ട്. GT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ആണെന്ന് മാത്രമേ നോക്കൂ. വ്യത്യാസം മനസ്സിലായല്ലോ. സോ അപ്പോൾ അതാണ് ലൂപ്പിൻ്റെ സിൻടാക്സ്. നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോകാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേസ് ആണ്. ഷെൽ സ്ക്രിപ്റ്റിൽ, ബാഷ് സ്ക്രിപ്റ്റിലൊക്കെ നമുക്ക് അറേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്ക് അറേ ക്രിയേറ്റ് ചെയ്യാനും പറ്റും, അത് പ്രിൻറ്റ് ചെയ്യാൻ നമുക്ക് ലൂപ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ഓക്കെ, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. array.sh. ഇൻസേർട്ട് പ്രസ് ചെയ്യാൻ മറന്നുപോയെന്നാണ് സൗണ്ട് പറഞ്ഞത്. !/bin/bash. അതിനുശേഷം ജസ്റ്റ് മുന്നോട്ടാക്കി. അതിനുശേഷം array = നോർമൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ അറേൻ്റെ വാല്യൂസ് എൻ്റർ ചെയ്യുക. 1, 2, 3. ഇവിടെ നമുക്ക് കോമ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് സ്പേസ് കൊടുത്താൽ മതി. ഓക്കെ, നമുക്കിവിടെ 5 വരെ വാല്യൂസ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് nth ഇൻഡെക്സിലെ വാല്യൂസ് നമുക്ക് അങ്ങനെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ സ്ക്വയർ ബ്രാക്കറ്റ് ഉപയോഗിച്ചിട്ട് അതങ്ങനെ നോക്കാം. ഇപ്പോൾ എൻ്റെ വേരിയബിൾ നെയിം എന്താണ്? array 0th ഇൻഡെക്സിലെ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. ഇത് നമുക്ക് ഇങ്ങനെ നോർമലി വേരിയബിൾ പ്രിൻറ്റ് ചെയ്യുന്ന പോലെ അറേ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനായിട്ട് നമുക്ക് ഒരു കേളി ബ്രാക്കറ്റ് ഈ $സൈനിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സേവ് ചെയ്ത് റൈറ്റ് ആൻഡ് ക്ലിക്ക് അടിച്ചിട്ട് chmod, it's a new file, so we have to change the permission. Execute array.sh, and we can execute that file. ഓക്കെ, 0th ഇൻഡെക്സിലെ വാല്യൂ 1 ആയിരുന്നു. അപ്പോൾ അതവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ അറേയിലെ മുഴുവൻ വാല്യൂസും ഒരു ലൂപ്പിൻ്റെയും സഹായം അല്ലാണ്ട് പ്രിൻറ്റ് ചെയ്യാൻ നോക്കാം. നോർമൽ ലാംഗ്വേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ലൂപ്പ് വെച്ചിട്ട് ഇറ്ററേറ്റ് ചെയ്ത് ഇത്രാമത്തെ ഇൻഡെക്സ് ഇങ്ങനെ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ഇൻഡെക്സ് നമ്പറിന് പകരം റൈറ്റ് ഇട്ട് കൊടുക്കുക, ഈ സിമ്പിൾ. ഓക്കെ, റൈറ്റ് ആൻഡ് ക്ലിക്ക് എക്സിക്യൂട്ട് അഗൈൻ. വെരി സിമ്പിൾ. 1 to 5 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി നമുക്ക് ഇത്രാമത്തെ ഇൻഡെക്സിലോട്ട് വേരിയബിൾ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ഇത്രാമത്തെ ഇൻഡെക്സിലോട്ട് വേരിയബിൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതങ്ങനെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇൻസേർട്ട് അഗൈൻ നമുക്ക് അറേയുടെ 0, 1, 2, 3, 4 5th ഇൻഡെക്സിൽ നമുക്ക് എന്ത് ചെയ്യാം, 6 എന്നിട്ടുള്ള നമ്പർ ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു ലൈൻ ഒന്നുകൂടെ കോപ്പി ചെയ്യാം, ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ് ആൻഡ് ക്ലിക്ക് array.sh. സോ നമ്മൾ നമ്പർ ആഡ് ചെയ്യുന്നതിന് മുമ്പ് 1 to 5 ആയിരുന്നു. പിന്നെ നമ്മൾ നമ്പർ ഇത്രാമത്തെ ഇൻഡെക്സിലോട്ട് ആഡ് ആയത്. നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ തന്നെ സിമ്പിളാണ്. അപ്പോൾ ഇതാണ് അറേ. ഇങ്ങനെയാണ് നമ്മൾ അറേ ഷെല്ലിൽ ക്രിയേറ്റ് ചെയ്യൽ. അടുത്തതായിട്ട് നമ്മൾ ഫംഗ്ഷൻ എങ്ങനെ നോക്കാം, ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം.
അതിന് വേണ്ടിയിട്ട് പുതിയൊരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതാണ് ബെറ്റർ പ്രാക്ടീസ്. സോ വി ഫങ്ഷൻ ഡോട്ട് എസ് എച്ച്, അത്ര വലിയ നെയിം വേണ്ട, ഫങ് ഡോട്ട് എസ് എച്ച്. ഇത് നമ്മൾ ബിന്നിൻ്റെ ഉള്ളിലെ ബാഷാണ് എന്ന് പറഞ്ഞു കൊടുക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഫംഗ്ഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് നമുക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട്, സ്പെല്ലിങ് കറക്റ്റ് ഇല്ല, ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉപയോഗിച്ചിട്ട് മൈ ഫംഗ്ഷൻ നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലെ ആർഗ്യുമെൻറ്റ്സ് എന്തെങ്കിലും വേണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, അതിനുശേഷം കേളി ബ്രാക്കറ്റ്, അതിനുശേഷം ജസ്റ്റ് എക്കോ ഹലോ വേൾഡ്, ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഇനി ഇതൊന്നും ഇല്ലാണ്ട്, ഫംഗ്ഷൻ കീവേഡ് ഇല്ലാണ്ട് പ്രിന്റ് ഹലോ പറഞ്ഞിട്ട് വേറൊരു ഫംഗ്ഷൻ, ഇവിടെ നമുക്ക് മറ്റൊരു ഹലോ, അനദർ ഹലോ, ഇത് രണ്ടും വാലിഡാണ്. ഇങ്ങനെ 2 മെത്തേഡിൽ നമുക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് കോൾ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് മൈ ഫംഗ്ഷൻ ആയിരുന്നു ഫംഗ്ഷൻ്റെ നെയിം. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ പേരെന്താണ്, പ്രിന്റ് ഹലോ, ഇത്രേ ഉള്ളൂ. എസ്കേപ്പ് റൈറ്റ് ആൻഡ് ക്യൂട്ട്. വി ഹാവ് ടു ചേഞ്ച് ദ മോഡ് ഓഫ് ദാറ്റ് ഫയൽ, ചേഞ്ച് മോഡ്, യൂസർ ക്യാൻ എക്സിക്യൂട്ട് ഫങ് ഡോട്ട് എസ് എച്ച്. ആഫ്റ്റർ ദാറ്റ് എക്സിക്യൂട്ട് ദാറ്റ് ഫയൽ, ദാറ്റ്സ് ഇറ്റ്. ഇതുണ്ടോ, ഹലോ വേൾഡ്, അനദർ ഹലോ. അപ്പം ബോത്ത് മെത്തേഡിൽ നമുക്ക് ഫങ്ഷൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് മനസ്സിലായത്. സോ ഇതാണ് ഫംഗ്ഷൻ്റെ കീവേഡ്. നോർമൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ്. ഇതിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ സ്പെഷ്യൽ കീവേഡ് ഇല്ലാണ്ട് ജസ്റ്റ് നെയിം വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അതിവിടെ ബ്രാക്കറ്റ്, നോർമലി നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഫംഗ്ഷൻ നെയിം വിളിച്ചാൽ ആ ഫംഗ്ഷൻ കോളായി, അത്രേ ഉള്ളൂ.